അസ്സലാമലൈക്കും ചെങ്ങന്മാരെ, ഞാൻ നിങ്ങളെ സ്വന്തം കോട്ടക്കെട്ട് കുട്ടപ്പനായി. നമ്മളത് ഹാഫ് ടാങ്ക് അല്ലെങ്കിലും കുറച്ചൊക്കെ അടിച്ചിട്ട് നമ്മളത് അവിടെ നിന്ന് വിട്ടുട്ടോ. നമ്മൾ പെരപ്പാടിയിൽ നിന്ന് എണ്ണ അടിച്ചിട്ട് നേരെ വിട്ട് ചെങ്ങേൻ്റെ പേര മലപ്പുറത്തേക്ക്. മലപ്പുറത്ത് അവൻ്റെ പെരയിലെത്തി നമ്മൾ ഓനെയും കൂട്ടി നേരെ അവൻ്റെ കാറെടുത്തിട്ട് വിട്ടു. എങ്ങോട്ടാന്നില്ലാത്തൊരു പോക്കാണ്. അങ്ങനെ പോകുമ്പോൾ ഉച്ചായി വിശന്നപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് കണ്ടപ്പോൾ ഇങ്ങനെ കയറി ഒരു ഫുൾ ബിരിയാണി കാക്കുമോ ബിരിയാണി പീസ് എടുത്തു. ഒന്ന് കൂട്ടി പിടിച്ചു ഒരു ബിരിയാണി പിടിച്ചപ്പോൾ വാവ് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ബിരിയാണി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ചെങ്ങായി അതാ മന്തിയാണ്. മന്തിൻ്റെ പീസ് എന്തോ നാറ്റമുണ്ട്, എന്തോ ചൊയമാറ്റം നല്ല പടച്ചോനെ. അപ്പോൾ നമ്മളത് മാറ്റിച്ചിട്ടോ. നമ്മൾ ചില്ലി ചിക്കൻ എടുത്ത് ചില്ലി ചിക്കൻ ഒരു മൂത്ത പീസാണ് എടുത്തു. ആ പീസും പിടിച്ചിട്ട് ഒരു പിടിയാണ്ട് പിടിച്ചു ബിരിയാണി. പിന്നെയും സമാധാനം. ഇതാണ് ഹോട്ടലിൽ നിന്ന് മാത്രമല്ല പേരില്ലാത്തൊരു. പിന്നെ അവിടുന്ന് നമ്മൾ വണ്ടി എടുത്ത് അങ്ങനെ പോവാം. എങ്ങോട്ടാ പോകേണ്ടത്? അപ്പോൾ ഒരു ചെങ്ങായിനെ പൊക്കണം പറഞ്ഞ് ഇറ്റിങ്ങളെ ഒരു പോളിക്കട ഉണ്ട്, അവിടെ അങ്ങോട്ട് കയറി. അപ്പം നമ്മൾ കയറി ഒരു ജനലല്ലേ കിടക്കണേ. നല്ല എന്ത് രസം കാണാൻ. അപ്പം നമ്മൾ ഉള്ളിൽ കയറി നോക്കിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോളി മാർക്കറ്റിൻ്റെ ഉള്ളിൽ കാണുന്നത്. കൊള്ളാമല്ലോ, കുറേ ഉണ്ടല്ലോ പാർട്സുകൾ. എങ്ങോട്ട് തിരിഞ്ഞാലും പാർട്സ്. അതാ ഒരു വോൾസ്വാഗൻ്റെ വണ്ടി ഇതാ പൊളിക്കാനാണോ നന്നാക്കാനാണോ അറിയില്ല. അവിടെ കൊണ്ടുപോയിട്ട് മുകളിൽ വരെ തൂക്കിയിട്ടാണ്. അതും കണ്ടിട്ട് നമ്മൾ നേരെ അവിടുന്ന് വണ്ടി എടുത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴ ഉണ്ട്. ആ മഴ അങ്ങോട്ട് ആർന്ന് കഴിഞ്ഞപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് അങ്ങോട്ട് എത്തി. ഇതാ കുറച്ച് കാട് ഏരിയ അങ്ങോട്ട് എത്തൽ തുടങ്ങി. മക്കളെ നമ്മളുടെ സ്ഥലം കാണാൻ പോവാണ്. നടന്ന് കുറച്ച് നടക്കാനുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാലുകളും അതും കണ്ട് ഇങ്ങനെ കുറച്ച് രണ്ട് സൈഡിൽ കാട് ഏരിയ ഉണ്ടോ, അതും കണ്ട് ഇങ്ങനെ നടക്കുക. നമ്മൾ പോണ വൈക്കിതാ ആളെ കുഞ്ഞ വീടുകൾ, അവിടെ കെട്ടിടങ്ങൾ, ഇവിടെ ഒന്നും ആൾക്കാരില്ല. ഒരു വിജനമായ ഏരിയയിൽ കൂടെ ഇങ്ങനെ പോകണം. കുറേ വള്ളിയും പുള്ളിയും തെറ്റിയ ഏരിയ നോക്കിങ്ങൾ. ഇവിടെ ഒരു ഫാക്ടറി എടുക്കട്ടെ. ഫാക്ടറി ഈ പാറ പൊട്ടിച്ചിട്ട് പൊടിക്കുന്ന ഫാക്ടറിയാണ് പടച്ചമ്പുരാനെ. നോക്കിങ്ങൾ ഒരു കുജ്ജിക്ക് വീണ കെച്ചും കാലും ഉണ്ടാവില്ല മക്കളെ. ഇതൊക്കെ കടന്നിട്ട് നമുക്ക് അവിടെ എത്താൻ. ഇത് കണ്ടോ നിങ്ങൾ ഫാക്ടറി? ഇതൊക്കെ നിലച്ചിട്ട് കുറേ കാലമായി തോന്നുന്നു. കണ്ടോ ഒരു കുളം പോലെ കുറച്ച് ഏരിയ, കുറച്ച് വെള്ളം കെട്ടിക്കുന്ന ഏരിയ. ഈ ഏരിയ കടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ. കണ്ടോ ഈ ഏരിയ നിന്നാൽ തന്നെ നമുക്ക് ആ വെള്ളച്ചാട്ടം എങ്ങനെ കാണാം. ഈ വെള്ളച്ചാട്ടം കുറച്ച് അടുത്തേക്ക് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വെള്ളത്തിൽ കൂടെ അങ്ങനെ കിളുക്കാൻ പറഞ്ഞ് കാലും കെച്ചും പൊക്കിയിട്ട് ഇങ്ങനെ പോകും. കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ അടുത്തൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം കേട്ടോ. അതിൻ്റെ അടുത്താണ് ഈ വലിയ സംഗതി. സത്യം പറഞ്ഞാൽ ഇത് കോറിയാണ്. കോറി പൊട്ടിച്ചത് വെള്ളം വെക്കണം. അതാണ് വെള്ളച്ചാട്ടം മക്കളെ. ഈ രണ്ട് ദുരുമല ആരെയും നോക്കണം അല്ലാണ്. എന്നാൽ വെള്ളച്ചാട്ടം വിശദമായി ആഘോഷിക്കാന്ന് വെച്ചാൽ അവിടെ എല്ലാവരും ഉണ്ട്.